നമസ്കാരം. റഷ്യൻ പ്രദേശങ്ങളിലേക്ക് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയെന്നും ഒരു എണ്ണ ശുദ്ധീകരണശാലയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവയ്ക്കേണ്ടി വന്നു എന്നും ലോകത്തെ അറിയിച്ചിരിക്കുകയാണ് റഷ്യ. കുറഞ്ഞത് 103-ലധികം ഡ്രോണുകൾ വെടിവെച്ച് ഇട്ടതായി കൂടി മോസ്കോ അറിയിക്കുന്നുണ്ട്. റഷ്യയിലെ തെക്കൻ ക്രാസ്നോദർ മേഖലയിലെ സ്ലാവൻസ്കിലെ എണ്ണ ശുദ്ധീകരണശാലയുടെ പ്രദേശത്ത് 6 ഡ്രോണുകൾ തകർന്നതായി പ്രാദേശിക സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടി പറയുന്നുണ്ട്. ഈ ആക്രമണത്തെ തുടർന്ന് റിഫൈനറിയുടെ പ്രവർത്തനം നിർത്തിവെച്ചതായി ഇന്റർഫാക്സ് വാർത്താ ഏജൻസി അറിയിച്ചിരിക്കുന്നത്. മുൻപ് യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തേക്കാൾ വലുതാണ് ഇതെന്നും അവയിൽ സ്റ്റീൽ ബോളുകൾ ഉൾപ്പെട്ടു എന്നും റിഫൈനറിയിലെ ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് റഷ്യൻ ന്യൂസ് ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ മാസം ആദ്യം വടക്ക് കിഴക്കൻ യുക്രൈനിലെ ഖാർഗിവ് മേഖലയിൽ തങ്ങളുടെ സൈന്യം ഒരു പുതിയ മുന്നണി തുറന്നതിന് ശേഷം തങ്ങളുടെ പ്രദേശത്ത് യുക്രൈനിയൻ ആക്രമണങ്ങൾ വർദ്ധിച്ചു എന്ന് തന്നെയാണ് റഷ്യ സ്ഥിരീകരിക്കുന്നത്. അത്തരം ആക്രമണങ്ങളിൽ നിന്നും റഷ്യയെ സംരക്ഷിക്കാൻ റഷ്യ അവിടെ ഒരു ബഫർ സോൺ ഉണ്ടാക്കുകയാണ് എന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. യുക്രൈൻ പാശ്ചാത്യ ആയുധങ്ങൾ യുദ്ധത്തിൽ ഉപയോഗിക്കുകയാണ് എങ്കിൽ റഷ്യയും പടിഞ്ഞാറും തമ്മിൽ വിശാലമായ യുദ്ധത്തിന് കാരണമാകുമെന്നാണ് റഷ്യ ഇപ്പോൾ പറയുന്നത്. എന്തായാലും യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിന് ആർക്കും ഒരു തർക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ആരാണ് കൂടുതൽ ബലവാൻ എന്ന് എല്ലാവരും റഷ്യ എന്ന് തന്നെയാണ് പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തങ്ങളെ കൊണ്ടാവുന്ന വിധം എല്ലായ്പ്പോഴും യുക്രൈൻ തിരിച്ചടിച്ചിട്ടുണ്ട്. ആ തിരിച്ചടികൾ ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് റഷ്യയെ കാര്യമായി തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന. ന്യൂസ് ഡെസ്ക് സിനി മലയാളം.